ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും എന്റെ കാര്യത്തിൽ തീരുമാനമാണെന്ന് പക്ഷെ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റാൽ വീട്ടിലൊരു ഇൻസ്പെക്ഷന് വേണ്ടി ഇറങ്ങാറുണ്ട്. തലേ ദിവസം എന്തൊക്കെ മാറി വെച്ചു, ബെഡിൽ തുണിയുണ്ടോ, അതവിടെ മറ്റെന്തൊക്കെ മാറിയിരുന്നു. അപ്പം ആ ഇൻസ്പെക്ഷൻ ഇറങ്ങുക, എന്നിട്ട് അതിൽ ഏതൊക്കെ കേസിൽ ഞാൻ പ്രതിയാന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്റെ പിന്നാലെ വരിക. എന്റെ ഓഫീസിൽ 8 മണിക്ക് എത്തുമായിരുന്നു, അങ്ങനെ 6 മണിക്ക് എത്താറുണ്ട്. ഒരുമിച്ച് പോയ ഒരു സ്ഥലം ഫോക്കസ് മാൾ. ഇവിടെ കോഴിക്കോട് ഫോക്കസ് മാളില്. ഓക്കെ, അവിടെ പോയി കുറച്ച് ഷോ ഇറക്കാനുണ്ടായിരുന്നു എനിക്ക്. അല്ല, ഇത് മുടക്കണം, അതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ ആ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ തമാശയൊക്കെ പറഞ്ഞ അന്ന് കഴിച്ച ഫ്രൈഡ് റൈസിന്റെ പൈസ ഇനിയും തരാനുണ്ട്. സത്യമാണ്. അപ്പൊ ലിറ്ററലി പിന്നെ ബസ്സൊക്കെ നമ്മള് ലൈറ്റ് അടിച്ച് അവിടുത്തെ ആൾക്കാർ പിന്നെ തെറി വിളിക്കാത്തോണ്ട് ലൈറ്റ് ഇട്ടാണ് അവര് കാര്യം പറയുന്നത്. വിളിക്കായൊന്നുമില്ല, ഡച്ചിൽ വിളിക്കണോ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഒരു ഫണ്ണി ആയിട്ട് കമന്റ്സ് വരാറുള്ള ഒരു കാര്യമാണ് ആ ചെക്കന്റെ ഒരു യോഗം, സ്മൂത്തി ഒക്കെ കുടിച്ച്. അതെന്റെ യോഗമാണ് ശരിക്കും. മര്യാദക്ക് ഭക്ഷണം കഴിച്ചിരുന്നിരുന്ന എന്നെ സ്മൂത്തി ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ഇഷ്ടമാണ്. സ്നേഹം കൂടുതൽ സമയത്തൊന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ഐഷുന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ കുട്ടാന്ന് വിളിക്കാറുണ്ട്. അത് സ്നേഹം കൂടണമെന്നില്ല. ദേഷ്യം വന്നാലും ഞാൻ ജീവിതത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ലൈഫിൽ കുറെ. അപ്പൊ അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അങ്ങനെ അതെടുത്തിട്ട് പിന്നെ സിമിലർ സിറ്റുവേഷൻ വരുമ്പോഴും അതിന്റെ ഒരു റീമെൻഷനിങ് ഒരിക്കലും ഉണ്ടാവാറില്ല. ബില്ല് വന്നപ്പോ എന്നോട് പറഞ്ഞു എത്രയാണ് ഷെയർ. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാ, അല്ല ഞാൻ നമ്മള് ഷെയർ ചെയ്യാം, നമ്മള് ഇപ്പൊ അത്ര പരിചയമൊന്നുമില്ലല്ലോ, നമുക്ക് ഷെയർ ചെയ്യണം. അന്ന് നെതർലൻഡ്സിന്റെ സ്പെല്ലിംഗ് അറിയില്ല. ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. നിങ്ങൾ മാരേജ് കഴിഞ്ഞ് അത് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ ആദ്യം മൈൻഡിൽ വരുന്നത് എന്താണ്? അതായത് എങ്ങനെയോ അത് എസ്കേപ്പ് ആയി നമ്മളല്ലേ. അതൊരു ടാസ്ക് ആയിരുന്നു, പക്ഷെ നമ്മൾ എങ്ങനെയോ അതിൽ നിന്ന് എസ്കേപ്പ് ആയി, അങ്ങനെ തോന്നി വരും. ഇതാണ് സ്കേപ്പ്. ഇതാണ് ഒരു സിറ്റുവേഷൻ. കാണിക്കരുത് പെട്ടെന്ന് കിട്ടിയല്ലോ. അപ്പൊ എന്തോ ഞാൻ എപ്പോഴും ഒന്ന് രക്ഷപ്പെട്ടു ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, നിങ്ങൾ ഒരുമിച്ച്. അപ്പൊ അതെന്തായാലും ഇത് ഇയർ വേണ്ട പറയണ്ടല്ലേ. ഇയർ പറഞ്ഞ് ഞാൻ കണ്ടുപിടിക്കും. ഇനീഷ്യൽ ഇയേഴ്സ് അപ്പൊ അത് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു അല്ലേ. രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. നമ്മുടെ വർക്ക് കാരണം നമ്മൾ അതൊന്ന് ലക്കോണ്ട് രക്ഷപ്പെട്ടതല്ല. ലക്കും ഉണ്ടായിരുന്നോ? ലക്കും പിന്നെ ഫ്ലോയില് ലക്കും പിന്നെ വർക്ക് കൊണ്ടും രക്ഷപ്പെട്ടു. നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തതുകൊണ്ട്. ഇത് എന്റെ ആൻസറിനെ തന്നെ കിട്ടണമെന്നില്ല. അല്ല, ഇതൊന്നുമില്ല. പക്ഷെ ഒരുമിച്ച് അത്ര നല്ലത്. 2 ആൻസർ കേൾക്കാലോ. 2 ആൻസർ കേൾക്കണമെങ്കിൽ ജസ്റ്റ് രക്ഷപ്പെട്ടു എല്ലാം കഴിഞ്ഞിട്ട് എസ്കേപ്പ് ആയി. അങ്ങനെ അങ്ങനെ വേണേ ആവാം, എന്തു ആവാം. നിങ്ങൾ എവിടെയും പോയി പൈസ കൊടുക്കാതെ മുങ്ങിയതാവാം. അത് ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാർ ഡ്രൈവോ? ആംസ്റ്റർഡാം നഗരത്തിന് മറ്റേ റേഡിയോയിൽ കൂടെ ഫസ്റ്റ് കാർ ഡ്രൈവ് ആംസ്റ്റർഡാമിൽ. ലൈസൻസ് ഒക്കെ കിട്ടി. അവിടെ നമുക്ക് ആംസ്റ്റർഡാമില് HSM വിസയിലാണ് പോയതെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പൊ ഞാൻ ആദ്യം ആ ലൈസൻസ് എടുത്തു. പിന്നെ ഞാൻ ഏതൊരു ഫ്രണ്ടിന്റെ കൂടെ കുറച്ച് അവിടെ ഇവിടെ ഓടിച്ചു. ഒരു കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി. ഞാൻ വിചാരിച്ചു ഞാനൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിന്നെ എവിടെ പോകാൻ വേണ്ടി. അതൊരു പോളോന്റെ ഒരു ചെറിയ ഗോൾഫ് പോലത്തെ ഒരു വണ്ടിയെ തോന്നുന്നു. അല്ലെങ്കിൽ അത് ഇതാണ് മറ്റേ നമ്മള് റെന്റിന് എടുത്ത പോലത്തെ കാറുണ്ടായിരുന്നില്ല. അപ്പം അതെടുത്തു നമ്മള്. പക്ഷെ അന്ന് ഞാൻ ഓടിച്ചത് ഹൈവേയിലായിരുന്നു. ലൈക്ക് ഹൈവേ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല, നേരെ പോയാൽ മതി. അപ്പൊ നമുക്ക് സ്റ്റിയറിംഗും ഗിയർ ഇടാനായിരുന്നെ നമുക്ക് പോകാൻ പറ്റും, മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ കട്ട് റോഡ് കൂടെ എടുക്കാൻ തുടങ്ങിയപ്പോ അവിടെ പല റോഡിൽ കാറ് കയറാൻ പാടില്ല, ബസ് മാത്രമേ ഓടാൻ പാടുള്ളൂ, ട്രാം വരും.
അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒരു ഗന്ധമില്ല. ഞാൻ എങ്ങനെ ഞങ്ങൾ പോയാലും ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ തന്നെ എത്തും. ഏത് ഞങ്ങൾക്ക് എത്തേണ്ട വേറെ സ്ഥലത്തേക്കാ. ഏത് വഴി എടുത്താലും സൈഡിൽ നോക്കുമ്പോ ഉണ്ടാവും. അല്ല നമ്പർ 1 മാപ്പ് നോക്കി വണ്ടി ഓടിക്കാൻ അറിയണ്ടായിരുന്നില്ല. അപ്പൊ മാപ്പ് നോക്കി വരുമ്പോഴേക്കും ആ കട്ട് പോയി. ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റിൽ എടുത്തിട്ട് യു എടുക്കും, അവിടെ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഇനി നേരെ പോകണം. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നമുണ്ടായി. അതുകൂടാതെ അവസാനം ഞാൻ ലാസ്റ്റ് എനിക്ക് പരിചയമുള്ള റോഡിലെത്തി. ഞാൻ ഓഫീസിൽ പോകുന്ന റോഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, രക്ഷപ്പെട്ടു. ഞാൻ നമുക്ക് പരിചയമുള്ള റോഡെത്തി. അപ്പൊ ഞാൻ ആ റോഡിൽ കൂടെ പോകുമ്പോൾ ബസ്സൊക്കെ ലൈറ്റ് ഇട്ട് കാണിക്കുന്നു, ഭയങ്കര ബഹളം. ഞാൻ ഇവരൊക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹമ്പിൾ ചെയ്യാൻ പോയി ചാടി പോകും. അത് ബസ് പോകേണ്ട റോഡാണ്, അവിടെ കാർ പോകാൻ പാടില്ല, കാർ പോകാൻ പാടില്ല, ക്ലിയറൻസ്. അപ്പൊ അത് ബസ് പോകേണ്ട റോഡാണ്. ഇത്രയും വലിയ ഹമ്പാണ് എന്റെ അകത്തുള്ളത്. ഹമ്പല്ല, ഒരു കുണ്ട് പോലെ സ്പീഡ് കുറയ്ക്കാൻ. ഈ പോളോ അതിന്റെ അകത്ത് ചാടിയ ശേഷം പോളോ സ്റ്റക്കായി, അപ്പൊ ഒന്നുന്നില്ല, അത് സ്റ്റക്കായി. അപ്പൊ ലിറ്ററലി പിന്നെ ബസ്സൊക്കെ നമ്മള് ലൈറ്റ് അടിച്ച് അവിടുത്തെ ആൾക്കാർ പിന്നെ തെറി വിളിക്കാത്തോണ്ട് ലൈറ്റ് ഇട്ടാണ് അവര് കാര്യം പറയുന്നത്. അറിയുന്നില്ല. അപ്പൊ ഒരു ഹോങ്ക് ചെയ്യും. അപ്പൊ ഹോങ്ക് എല്ലാം കേട്ടു, നമ്മളവിടെ സ്റ്റക്കാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റോപ്പ് പോയിന്റ് പറഞ്ഞു നമുക്ക് നിർത്തി ഇറങ്ങാം, എന്നിട്ട് നമുക്ക് ആരെങ്കിലും വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചൊരു ചവിട്ടി കൊടുത്തപ്പോ പുള്ളി വണ്ടി അടിയൊക്കെ അടിച്ച് ചടക്കാൻ നിന്ന് കയറിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് തോന്നി, ഞാൻ വിചാരിച്ചു ഇപ്പൊ പോലീസോ അല്ല ആരെങ്കിലും വന്നിട്ട് പിടിച്ചു. റേഡിയോ ഓൺ ആയി. അപ്പൊ അതിൽ ഡച്ചിൽ എന്തൊക്കെയാ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ വിഷ്ണു പറയാ ഒരു ചുവന്ന കാറ് സിറ്റി കിടന്ന് കറങ്ങുന്നുണ്ട്. ഡച്ചിലാന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ മിക്കവാറും നമ്മളെ പറ്റി എനിക്ക് പറയണ്ട. ആൾക്കാരൊക്കെ വീട്ടിൽ കയറിക്കോ, ഒരു ചങ്ങായി ചുവന്നൊരു കാറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അലമ്പ് സീനാണെന്ന് പറയുന്നത്. അതൊരു വീട്ടിലെത്തിയിട്ട് എനിക്ക് 2-3 ദിവസം ബെല്ലടിക്കുമ്പോ വരെ പേടിയായിരുന്നു. അത് മാത്രല്ല, വൈകുന്നേരം നമ്മൾ കാർ റെന്റിന് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്നാ ഡിന്നറിന് കഴിക്കാൻ വായോ അങ്ങോട്ട്. അപ്പൊ വിഷ്ണു പറയാ സോറി ഡാ ഞാൻ ഡിന്നറിന് സ്റ്റാർട്ട് ചെയ്ത ചിലപ്പോ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് അവര് എന്തോ ഫൈൻ തന്നു. അത് ചെറിയ എന്തോ അവര് നമ്മള് നോക്കിയിട്ട് ഡാമേജ് ഭയങ്കര പൈസ വന്നില്ല. കാരണം അതെന്താ വെച്ചാല് നമ്മള് ഒരു അങ്ങനത്തെ കാറുകളുടെ റോട്ടിൽ ഇങ്ങനെ കിടക്കുക ചെയ്യാം, നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാവില്ല ഇത് ആരാ ചെയ്തത്. കാരണം ഞാൻ പോയി എടുത്തു, ഞാൻ വന്നു. ജനറലി അപ്പൊ നമുക്ക് അതിന്റെ എല്ലാ പ്രശ്നവും ഞാനാണ് ഉണ്ടാക്കിയവർക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ആ വണ്ടിക്ക് വന്നൊരു ഡാമേജ് കണ്ടാൽ അവര് നമ്മുടെ അടുത്തുനിന്നും വാങ്ങും. പക്ഷെ അതിന്റെ നല്ലൊരു ശതമാനം എന്റെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സംഭവം അല്ല, ഡ്രൈവിംഗ് കുറച്ചും കൂടെ അവിടെ ഓടിച്ച് പഠിക്കണം. പിന്നെ ഞാൻ അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരു 10 സെഷൻ എടുത്തു. അപ്പൊ പുള്ളി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ ബസ് റൂട്ടിൽ കയറി പോവാന്ന് പറഞ്ഞാൽ ഒരു പോക്കത്താണ് കാണിച്ചത്. ബസ്സുകൾ ചീറിപ്പോയി നേരത്ത് ഞാൻ ഇത്ര വലിയൊരു കുട്ടിക്കാറായിട്ടാണ് പോകുന്നത്. അവരെല്ലാം കാണുന്നില്ല. അതുകൊണ്ട് ഓക്കെ, അപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് എനിക്ക് 90%. അപ്പൊ എന്റെ ആൻസർ കാണിക്കും, ഞാൻ വെറുതെ ഇല്ലേ ഫസ്റ്റ് എഴുതി വെച്ചത്. അയ്യോ അത് എന്റെ പൊന്നെ. അല്ല നിക്ക് പറയരുത്, കാണിക്കരുത്. എന്തായിരിക്കും അതറിയണെങ്കിൽ നേരത്തെ കുറച്ചുകൂടി വലിയൊരു ക്ലൂ പറയാം. ഇനി ക്ലൂ ഒന്നും ഇനി ആൻസർ പറയാം. മറ്റേ ഫസ്റ്റ് ഇയറിലെ വിഷ്ണുവിന്റെ ജോബ് ചേഞ്ച് മോദിജിയും കൂടെ സപ്പോർട്ട് ചെയ്തോണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ആദ്യം പറഞ്ഞപ്പോ ഞാൻ അല്ലല്ല അങ്ങനെ പറയാൻ അന്ന് TCS ഒരു പോയിന്റിൽ നമ്മളോട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞു. ആ സമയത്താണ് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വന്നത്. അപ്പൊ നമ്മൾ ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളോട് 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇനി നെക്സ്റ്റ് പ്രൊജക്ട് ഇല്ല, കാരണം കൊറോണ കാരണം എല്ലാ പ്രൊജക്ട്സും ഹോൾഡ് ആണ്. അപ്പൊ 2 ഡേയ്സിൽ ഒരു ടിക്കറ്റ് റേസ് ചെയ്യാൻ പറഞ്ഞു, 2 ഡേയ്സിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിൽ 2 പേർക്കും പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹം കാരണം കുറെ പേർക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ വിഷ്ണു നമ്മൾ എത്തിയിട്ട് എത്ര ഉണ്ടായിരുന്നു, 1 വർഷം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ വിഷ്ണു അവിടുത്തെ സിസ്റ്റത്തിനായിട്ട് യൂസ്ഡ് ആവുന്നേ ഉള്ളൂ. എൻ്റെ ഒരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് കാരണം ഡച്ച് അറിയാത്തത് കൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലോട്ട് വരേണ്ട അവസ്ഥയാണ്. നമുക്ക് വേണ്ടാത്തൊരു കാര്യം നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു വിഷമത്തിലായിരുന്നു നമ്മൾ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് റേസ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു. പക്ഷെ 2 ദിവസത്തിന് മുന്നേ ഉള്ള തലേ ദിവസം ഇപ്പോ ഇന്ത്യയിലോട്ടുള്ള എല്ലാ ഫ്ലൈറ്റ്സും ബാൻ ചെയ്തു. അപ്പൊ നമുക്കൊരു 1 മന്ത് ടൈം കിട്ടി. ആ 1 മന്തിലാണ് എനിക്ക് നെക്സ്റ്റ് ജോബ് കിട്ടിയത്. ആ 1 മന്തില് അതാണ് മോദിജി സപ്പോർട്ട് ചെയ്തത്. മോദിജി പോലും അറിയാതെ മോദിജി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇതാണ് 2 കാര്യങ്ങളും. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 97% നിങ്ങളുടെ മനഃപുരത്തുമുണ്ട് ഗൈസ്. കൈടിച്ചോളൂ എന്നൊന്ന് ഷെയ്ക്ക് ഹാൻഡ് എടുത്തോളൂ. ഓക്കെ ഇനി
ഓക്കെ, വെരി സിമ്പിൾ. ഒരു 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വിഷു ആഘോഷിക്കാം. റെഡി? എന്താ കഴിക്കാൻ എന്നൊക്കെ ചിക്കൻ 65 ആണോ ഇതിനെ ഉണ്ടല്ലോ അല്ലേ മുങ്ങുന്നു. ഓക്കെ, ഒരു ദിവസം നിങ്ങൾക്ക് മ്യൂച്വലി പരസ്പരം ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ പറ്റിയാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ക്യാരക്ടർ സ്വിച്ച് ആയി, ഇന്നിപ്പോ ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്ന് വെച്ചു. ഐ മീൻ ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പൊ ക്യാരക്ടർ സ്വിച്ച് ആയി പോയി പെട്ടെന്ന്. വാട്ട് യു ഡു ഫസ്റ്റ്? ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നുള്ളത് ഫസ്റ്റ് മുന്നേ തന്നോട് ചോദിച്ചിട്ടുണ്ട്, അവനോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലാതെ എനിക്ക് പുറത്തിറങ്ങാൻ ഓടും ഇങ്ങനെയൊക്കെ ഓടും. ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും എന്റെ കാര്യത്തിൽ തീരുമാനമാണ്. എനിക്ക് സ്വിച്ച് ചെയ്ത നീ ഫസ്റ്റ് പറഞ്ഞു. എനിക്ക് അത്ര പെട്ടെന്ന് ഇതൊരു സ്വിച്ച് ആയിട്ടില്ല. ഐശ്വര്യയുടെ ക്യാരക്ടറായി അങ്ങനെ ഉണ്ടെ ഫസ്റ്റ് എന്തായിരിക്കും? ഓടി യൂട്യൂബിന്റെ മറ്റേ ഇത് മണി നോക്കുവോ അതോ? അതിനെ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യാനാണ് ഐശ്വര്യ ക്യാരക്ടറായിട്ട്? ഒരു സ്പെസിഫിക് കാര്യം ചെയ്യണം. അല്ല, ഐശ്വര്യ ക്യാരക്ടറിൽ ഞാൻ ചേഞ്ച് കൊണ്ടിരുന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനല്ല, എന്ത് ചെയ്യും ഇപ്പം ഐശ്വര്യയുടെ ക്യാരക്ടറായി, അപ്പൊ യു ആർ ഐശ്വര്യ എന്നുള്ള രീതി. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഐശു ഞാൻ എഴുന്നേറ്റാല് അത് ഐശു ചെയ്യുന്നതല്ലേ ഞാൻ അല്ലേ? ഐശു എഴുന്നേറ്റാല് ക്യാരക്ടർ സ്വിച്ച് ആയി എനിക്ക് കിട്ടി, എനിക്ക് ഐശ്വര്യയുടെ ക്യാരക്ടർ കിട്ടി, ഇത് ചെയ്തേക്കാം, അങ്ങനെയൊന്നും വേണേക്കാം. ഞാൻ ഐശു ആണെങ്കിൽ ഞാൻ ഐശ്വര്യ പോലെ ഇരിക്കും പെരുമാറുക. ഐശു ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റാല് വീട്ടിലൊരു ഇൻസ്പെക്ഷന് വേണ്ടി ഇറങ്ങാറുണ്ട്. തലേ ദിവസം എന്തൊക്കെ മാറി വെച്ചു, ബെഡിൽ തുണിയുണ്ടോ, അത് അവിടെ മറ്റേന്തൊക്കെ മാറിയിരുന്നു. അപ്പം ആ ഇൻസ്പെക്ഷൻ ഇറങ്ങുക, എന്നിട്ട് അതിൽ ഏതൊക്കെ കേസിൽ ഞാൻ പ്രതിയാന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്റെ പിന്നാലെ വരിക. അത് നോർമൽ സാധനം. വളരെ പ്രശ്നമാണ് അല്ലേ? രാവിലെ ഞാൻ എന്റെ ഓഫീസിൽ 8 മണിക്ക് എത്തുമായിരുന്നു, ഞാൻ 6 മണിക്ക് എത്താറുണ്ട്. അപ്പൊ ഞാൻ ഓഫീസിലെത്തുമല്ലോ, ഓഫീസിലെത്താൻ ഫോണിൽ മെസ്സേജ് വരത്തില്ലേ, അല്ലെ ഓഡിയോ മെസ്സേജ് വരാറുണ്ടോ? അതായത് ഇങ്ങനെ ഇത് എടുത്തിട്ട് മാറ്റി എന്താ ഇത് ഇവിടെ വെച്ചത്? ഇല്ല, അത് അങ്ങനെ ആയിക്കില്ല. നമ്മൾ ആ സ്പോട്ടിൽ വരുന്നത് അത്രേ ഉള്ളൂ. മറ്റേ സംഭവം ടെക്നിക്കലി പോസിബിൾ ആയിട്ട് ഇങ്ങോട്ട് എത്തില്ല. സ്പോട്ടിൽ ഉണ്ടെങ്കിലേ പണി കിട്ടും. സ്പോട്ടിലുണ്ട്, അല്ലാതെ ചോദിക്കത്തൊന്നുമില്ല, ഫോണിൽ ചോദിക്കത്തൊന്നും, മെസ്സേജ് അയച്ച് പറയത്തൊന്നും. കാരണം മെസ്സേജ് അയക്കാൻ മടിയാ, അതിൽ എടുത്ത് മാറ്റിക്കണല്ലേ. അത് അവളെ മാറ്റി വെച്ചോളും, അല്ലെങ്കിൽ ഇൻസ്പെക്ഷനിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ അവൾ ഡീൽ ചെയ്തോളും. പക്ഷെ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണമെന്നുള്ളൂ. ഇനി നേരെ തിരിച്ചു വിഷ്ണു ആണെങ്കിൽ ഞാൻ ഒന്ന് ആ കൗച്ചിലൊന്ന് പോയിരിക്കും. എന്ത് സുഖമാണ് അവിടെ ഇരുന്നിട്ട് കിട്ടണത് എന്ന് അറിയാൻ വേണ്ടിട്ട്. എപ്പോഴും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും TV കാണുകയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുകയില്ല, ആ കൗച്ചിൽ ഇങ്ങനെ ഇരിക്കുക. അതിൽ എന്ത് സുഖമാണ് ഒരാൾക്ക് കിട്ടണതെന്ന് എനിക്കൊന്ന് അറിയണമെന്നൊരു ആഗ്രഹം. എന്ത് തോന്നുന്നു വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, അതന്നെയാണ് എന്റെ സുഖം. ഞാൻ പുറത്തോടെയും പോകണമെങ്കിൽ ഡ്രസ്സ് ചെയ്യണം, ഞാൻ കാർ ഓടിക്കണം, ഞാൻ പുറത്ത് പോകണം. ഞാൻ പുറത്തോടെ ഇരിക്കുന്നു, കുറച്ചേരം TV കാണും, കുറച്ചേരം പ്ലേ സ്റ്റേഷൻ കളിക്കും, കുറച്ചേരം ഞാൻ എന്തെങ്കിലും. ഞാൻ എല്ലാ ദിവസവും അവിടെ ഇരിക്കില്ല, ആകെ എനിക്ക് കിട്ടാറ് ഒരു ഞായറാഴ്ചയാണ്. കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച എന്തെങ്കിലും പരിപാടികളുണ്ടോ, ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും പരിപാടി. ഞായറാഴ്ച എന്റെ ഒരു കൂൾ ഓഫ് ഡേ. എന്ത് പരിപാടി? ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത് പോവുക, അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും മൂവിക്ക് പോവുക, അല്ലെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ പോയിരിക്കുക, വെറുതെ വീട്ടിൽ പോയിരുന്ന് വർത്താനം പറഞ്ഞ് കുക്ക് ചെയ്യുക. ഒരു കൗച്ച് വേണമെന്നേ ഉള്ളൂ, അതൊക്കെ തന്നെ. അല്ലെങ്കിൽ ഒരു ബിയർ അടിച്ചിരിക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ പരിപാടി. അത് എനിക്ക് ആ ഒരു ശനിയാഴ്ച പരിപാടി ഇല്ലെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള എന്റെ ബാറ്ററി ട്രിഗർ ആവില്ല. എനിക്ക് ജോലിയൊന്നും അല്ലാതെ വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോർമലി 5 ദിവസം സംസാരിക്കാത്ത കാര്യങ്ങളുണ്ടാവും, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുക, അത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീക്കെൻഡ് അതൊരു ഫ്രഷ് സ്റ്റാർട്ടർ ആണ്. മണ്ടേലേക്ക്. കാരണം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നും കഴിഞ്ഞ വീക്ക് കട്ടായിട്ടില്ല, ഞാൻ അങ്ങനെ അടുത്ത വീക്കിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസിഷന്റെ ഭാഗമാണ് ആ കൗച്ചിൽ കുറച്ചേരം ഇരിക്കുക എന്നുള്ളത്. ബേസിക്കലി ഭയങ്കര ഈ പറയുന്ന പോലെ അത് അങ്ങനെ ഡയറ്റൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആണോ? ഞാനും ഇങ്ങോട്ട് മാത്രമല്ല, ഞാനും അല്ല പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചു, രണ്ടുപേരും അങ്ങനെ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മള് ഡയറ്റ് എന്നല്ല, ലൈഫ് സ്റ്റൈലാണ് നമ്മള് ചേഞ്ച് വരാറ്. വീക്ക്ലി 2-3 ഡേയ്സ് എങ്കിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, നടക്കാൻ പോവുക, ഓടാൻ പോവുക. നമ്മൾ ഒരുമിച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ നമുക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഓടാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ഒരുമിച്ച്
ഓടിയിട്ട് വരും. അപ്പൊ നമ്മളിന്ന് പോകുമ്പോഴായിരിക്കും 7 കിലോമീറ്റർ ഓടും. ഐഷു ചിലപ്പോൾ ഞാൻ കുറച്ച് ടയർഡാകുമ്പോൾ ഐഷു പറയുമ്പോൾ നമ്മൾ തീരുമാനിച്ചല്ലേ നിർത്തരുത്. അപ്പൊ അങ്ങനത്തെ ഒരു ആ കമ്പനി ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. ജിമ്മിലാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അല്ല അത് പണ്ടിട്ട് വൺസ് അപ്പോൺ എ ടൈം. നമുക്ക് അതിന്റെ ഫോട്ടോ ഇവിടെ വെക്കാവേ. അല്ല അത് പറ്റില്ല. അതിന് വേറെ ലൈസൻസ് ഉണ്ട്. അല്ല അതിന്റെ ഉദാഹരണമാണല്ലോ. ഇപ്പം വീക്കിലി ചിലപ്പോ 2 to 3 days ഒക്കെ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുകയും. ഇത് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോ ഇങ്ങനെ ഫണ്ണി ആയിട്ട് കമന്റ്സ് വരാറുള്ള ഒരു കാര്യമാണ്. ആ ചെക്കന്റെ ഒരു യോഗം സ്മൂത്തി ഒക്കെ കുടിച്ച് അത് എന്റെ യോഗമാണ് ശരിക്കും. മര്യാദക്ക് ഭക്ഷണം കഴിച്ചിരുന്നിരുന്ന എന്നെ സ്മൂത്തി ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് ഇഷ്ടമാണ്. എനിക്ക് പ്രോട്ടീൻ സ്മൂത്തി പ്രോട്ടീൻ ആയിരിക്കണം. അല്ല എനിക്ക് കുറച്ച് അത് മാത്രമല്ല വിഷ്ണു റൈസ് കഴിക്കില്ല അധികം. ആണോ? അല്ല അതാണ് ആക്ച്വലി ഫിസിക്കൽ. അല്ല ഞാൻ എനിക്ക് ഭയങ്കര ബോഡി ആയിട്ട് ഇരിക്കണം എന്നല്ല, എനിക്ക് ഡ്രസ് ഇടുമ്പോൾ കംഫർട്ടബിൾ, എനിക്ക് കോൺഫിഡൻസ് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഡ്രസ് ഇടുമ്പോൾ ഇങ്ങനെ വയറുള്ളോട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കുക. കാരണം അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അല്ല നമുക്ക് ഫിസിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിഫറെന്റ് സ്റ്റോറിയാണ് കേട്ടോ. അത് തൈറോയിഡ് ഉള്ള അത് വേറെ കാര്യമാണ്. എനിക്ക് ഇതൊക്കെ ലൈക്ക് എൻഡ് ഓഫ് ദി ഇതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യേണ്ട ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. എനിക്കിത് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പേഴ്സണലി പിന്നെ നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്താൽ നമുക്കൊരു അഡ്രിനാലിൻ കിട്ടാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്കത് ആ സമയമാകുമ്പോൾ നമുക്കത് വേണം തോന്നും. പിന്നെ അതിന്റെ ഒപ്പം നമ്മൾ നിൽക്കുന്ന ഫ്രണ്ട് സർക്കിളില് എല്ലാവരും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അയൺമാൻ ചെയ്ത ആൾക്കാരുണ്ട്, ട്രയാത്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ വർഷവും. പിന്നെ ഡെയിലി സ്വിമ്മിങ്, ഓട്ടം, ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. പിള്ളേരെയും ഈ ആക്ടിവിറ്റീസിനെല്ലാം കൊണ്ടുപോകും. അപ്പൊ നമുക്കിത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതും ഒരു നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മള് ഈവൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നാളെ പോയാലോ, നമുക്ക് ഓണം പോയാലോ, നാളെ സ്വിമ്മിങ്ങിന് പോയാലോ. അതും നമ്മള് കമ്പനി വീട്ടിൽ പോയിരിക്കലും മാത്രമല്ല, ഇങ്ങനെ കാര്യങ്ങളിലും നമ്മള് നല്ലോണം കമ്പനി കണ്ടെത്താറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ഒരാൾ കുറച്ച് വീക്കല്ല സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുള്ളിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ. അതും പിന്നെ മാരത്തോൺ ഭയങ്കര ഇഷ്ടമായിട്ട് ഓരോരോ രാജ്യങ്ങളിൽ പോയി മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ. അതിനുവേണ്ടി മാത്രം ചിക്കാഗോ പോവുക, അല്ലെങ്കിൽ ജപ്പാനിൽ പോയി നാളെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഡെയിലി കേൾക്കുന്ന ഒരു കോൺവെർസേഷൻ കൂടിയാണ്. അപ്പൊ നമ്മള് സംവേർ അതർ നമ്മളതിൽ ഇൻസ്പിറേഷൻ വരാറുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. മേ ബി അല്ലെങ്കിൽ 5 to 10% നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ രഹസ്യത്തിന്റെ റീസൺ അതും കാണും. വെരി നൈസ്, ഐ ലൈക്ക് ദാറ്റ്. ഈ ഒരു മൊമെന്റ് ഒരിക്കൽ കൂടി കിട്ടുമായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ആ ഒരു മൊമെന്റ് ഏതായിരിക്കും? ദിസ് പെർട്ടിക്കുലർ മൊമെന്റ് ദാറ്റ് വാസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു, അതിന്റെ നേരെ ഉൾട്ടാ ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു മൊമെന്റ് ഒരു പ്രാവശ്യം കൂടെ ആ ഒരു ഡേ ആവാം, ഡേയിലുപരി ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ, വാട്ട് എവർ തിങ്, ആ ഒരു മൊമെന്റ് കിട്ടുമായിരുന്നെങ്കിൽ എന്തോ. നമ്മൾ രണ്ടുപേരുടെയും ടുഗദർ ഉള്ളത് വേണോ അതോ എന്റെ മാത്രം മതിയോ? ടുഗദർ ആണെങ്കിലും കുഴപ്പമില്ല, ടുഗദർ ആണെങ്കിലും ഫൈൻ. എനിക്കിപ്പോ റീസെന്റ് സംഭവിച്ച, ഞാനിപ്പോ ഒരു ലാസ്റ്റ് ഒരു ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജോബിന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു മാറാനുള്ള ഒരു സിറ്റുവേഷൻ കാരണം. അപ്പം നമ്മളിങ്ങനെ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഇങ്ങനെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു. ഐഷുവിന്റെ ഫ്രണ്ട് അൽക്ക എന്ന് പറഞ്ഞ ഫ്രണ്ട് അങ്ങോട്ട് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചൊരു ഇതിലായിരുന്നു ഈ ഇന്റർവ്യൂ പ്രോസസ്. അൽക്ക കാണുന്നുണ്ടോ? അൽക്കൊക്കെ ഞങ്ങളൊരു വലിയ ഹായ് തരികയാണ്. ഇത് കാണുന്നു പോരെ? ഓക്കെ, വിഷ്ണുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അൽക്ക, അതാണ്. അപ്പൊ അവര് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെക്കേഷൻ മോഡിലേക്കുള്ള സ്വിച്ച് എങ്ങനെ സംഭവിക്കും, അവര് ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു, ഓക്കെ മേ ബി ഒരു 10 ദിവസം ഞാൻ പോവാം, ബാക്കി ഒരു 10 ദിവസം ഞാൻ വേണ്ടാന്ന് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അവര് വരുന്നതിന്റെ തലേ ദിവസമാണ് എനിക്ക് പുതിയ ഓഫർ ലെറ്റർ കിട്ടുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു അടിപൊളി, നമ്മളിങ്ങനെ ഇതൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പറയുന്നു, അവര് വിളിച്ചിട്ട് പറഞ്ഞു പ്രോസസ്സ് കഴിഞ്ഞു, നമുക്ക് എപ്പോ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് ഒരു എന്താവുന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒറ്റയടിക്കൊരു അടിപൊളി. അപ്പൊ ഞാനൊരു 1 month കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ 1 month വെക്കേഷൻ പോലെ, ഏറ്റവും അടിപൊി വെക്കേഷൻ പോലെ. കാരണം നമുക്ക് നെക്സ്റ്റ് ജോലിക്ക് കയറാൻ പോവാണ്, വേറെ കാര്യമായിട്ടൊരു ഡിപെൻഡൻസീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ മൊമെന്റ് ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു എനിക്ക്, ആ ഒരു ഡേ. അപ്പൊ ഭയങ്കര രസമായിരുന്നു. എനിക്ക് 1 million ഹിറ്റ് ചെയ്ത മൊമെന്റ്, അത് നമ്മളെല്ലാം കണ്ടാണ്. അത് ഭയങ്കര വെയിറ്റ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു.
ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ വന്നത്, അതൊരു ഇമോഷണൽ എന്താ പറയാ, ഫിസിക്കൽ മെന്റലി എല്ലാം ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. സോ ഹാപ്പിലി അല്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചു കാലം ഇനി എന്ത് എന്നുള്ളത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ആ മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താ എന്റെ ജീവിതത്തിൽ എന്നുള്ളത് ഒരു റിയലൈസേഷൻ നമുക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അത്രയും ഞാൻ ഇൻവോൾവ് ആയിരുന്നു ഒരു മൊമെന്റിൽ. ഒരു ബെസ്റ്റ് ടൈം വന്നിട്ട് ഓക്കെ അതിന്ന് ആ ഹാങ് ഓവറിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്നിട്ട് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറയായിരുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഇനി എന്തിലൊക്കെയാണ് ഞാൻ നോക്കുന്നത് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആവും. നമുക്കൊരു ലുക്ക് ഫോർവേഡ് ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. എനിക്ക് അത് പോയിന്റ് കിട്ടുന്നില്ല. വിഷ്ണുവിന്റെ അടുത്ത് പറയുന്നത് അത് ഓക്കെയാണ്, നമ്മൾ അത്രയും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം നടന്നതല്ലേ, ഇത് 2-3 ആഴ്ച അങ്ങനെ ഇരിക്കുക, അതിനൊരു രസമുണ്ട്. നൈസ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, രണ്ടുപേരും സ്നേഹം കൂടുന്ന ടൈമിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു പേരുണ്ടോ വേറെ? സ്നേഹം കൂടുന്ന സമയത്തൊന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഐശുവിനെ ഐശുന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ കുട്ടാന്ന് വിളിക്കാറുണ്ട്. അത് സ്നേഹം കൂടണമെന്നൊന്നുമില്ല. ദേഷ്യം വന്നാലും സ്നേഹം കൂടുന്ന ഒരു നോർമലി കോൺവെർസേഷനിൽ എന്റെ വായിൽ ചിലപ്പം ഐശുന്ന് വരും, ചിലപ്പം മറ്റേ കുട്ടാന്ന് വിളിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ 2-3 പ്രാവശ്യം വിളിക്കുന്നത്. എല്ലാ ദിവസവും വിളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാവില്ല. ഐശ്വര്യ അമ്മ ഐശ്വര്യ എന്നാ വിളിക്കുക. ഐശ്വര്യ വീട്ടിൽ എല്ലാവരും ഐശ്വര്യ എന്നാ വിളിക്കുക. ഐശുന്ന് വിളിക്കുന്നത് ബാക്കി ഫ്രണ്ട്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഞാൻ വിഷ്ണുവിനെ അങ്ങനെ ഒരു കുട്ടാന്ന് വിളിക്കും, വിഷ്ണു വിളിക്കും. കുട്ടാന്ന് തന്നെ വിളിക്കും. വിഷ്ണു വിളിക്കാറുണ്ട് ഞാൻ. വിഷ്. Okay. Wish. My wish, your wish. Very, very nice. ഇത് എല്ലാരും ചോദിക്കുന്ന കാര്യമാണ്. രണ്ടാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട ദ വൺ, കുറേ ക്വാളിറ്റി ഒക്കെ പറയാൻ പലരും പറയും. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. ദാറ്റ്സ് എ വെരി ക്ലീഷേ തിങ്. ബട്ട് സ്റ്റിൽ ദ വൺ തിങ് വിച്ച് യു ജസ്റ്റ് ലവ് ഇൻ ദാറ്റ് പേഴ്സൺ, ദ വൺ തിങ് ദാറ്റ് ഇസ് സംതിങ് ടോപ്പ് നോച്ച്. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയാം. വിഷ്ണു എനിക്ക് മുന്നേയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്ഷിപ്സിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ നമ്മുടെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്റിൽ അല്ലെങ്കിൽ വീക്കായിരിക്കുന്ന മൊമെൻറ്റിൽ നമ്മൾ നമ്മുടെ തന്നെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള അടുത്ത ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ സ്ട്രോങ് മൊമെൻറ്റിൽ നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ വളരെ വൾണറബിൾ ആയിരിക്കുന്ന മൊമെൻറ്റിൽ അല്ലെങ്കിൽ വീക്കായിരിക്കുന്ന മൊമെന്റിൽ നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഇവരായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു താൻ പോടോന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വർത്താനം പറയുമ്പോൾ നീ വലിയ വർത്താനം എന്ന് പറയണ്ട, നിന്നോട് ഇവർ അന്ന് ഇങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ഇതല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു വർത്താനം, നമ്മുടെ വീക്ക് പോയിന്റിൽ നിന്ന് എടുത്തൊരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നത് എനിക്ക് വളരെയധികം എൻ്റെ ലൈഫിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനീഷ്യലി വിഷ്ണുവിനെ പരിചയപ്പെട്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന മേജർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലേറ്റർ അതിന്റെ മുകളിൽ ക്ലാരിഫിക്കേഷൻ എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെയും എൻ്റെ കുറേ എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ വീക്ക് സൈഡ്, കുറേ നമുക്ക് എല്ലാവർക്കും ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ലൈഫിൽ കുറേ. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അങ്ങനെ അതെടുത്തിട്ട് പിന്നെ സിമിലർ സിറ്റുവേഷൻ വരുമ്പോഴും അതിൻ്റെ ഒരു റീമെൻഷനിങ് ഒരിക്കലും ഉണ്ടാവാറില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട്, കാരണം മുന്നേ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസും ഉണ്ടായിരുന്നു, മുന്നേ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇതെനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു ക്വാളിറ്റിയാണ്. വെരി നൈസ്, വെരി ഐ ലൈക്ക് ദാറ്റ്. തിരിച്ച് ആണെങ്കിലോ? തിരിച്ച് ഐശുവിൻ്റെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഭയങ്കര, ഇപ്പൊ ഞാനും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ അന്വേഷിച്ചു പോയി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, കുറവായിട്ടില്ല. എനിക്ക് അറിയില്ല, എന്റെ മുമ്പിൽ ഒരാൾക്ക് ഹെൽപ്പ് വേണമെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അധികം ചെയ്യും. പക്ഷെ നമ്മളൊരു സിറ്റുവേഷനെ മനസ്സിലാക്കി ആ സിറ്റുവേഷനിൽ അയാൾക്ക് ഹെൽപ്പ് വേണ്ടി വരുന്നു മനസ്സിലാക്കി അയാളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള ഐശ്വര്യൻ്റെ അടുത്താണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹെൽപ്പ് മാത്രമല്ല കേട്ടോ, വേറെ ഇപ്പം ഒരാളുടെ ഒരു ഡേ സ്പെഷ്യൽ ആക്കുന്നത് ഐശ്വര്യ തോന്നുകയാണ് അയാളിപ്പോൾ അയാളുടെ ലൈഫിലൊരു അടിപൊളി മൊമെന്റിലാണ്, അപ്പം ഐ ഷുഡ് ഡു സംതിങ് ടു മേക്ക് ഹിം ഫീൽ സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കഴിഞ്ഞ റീസെൻ്റ്ലി ഒരു ജോലി മാറി. അപ്പം നമ്മുടെ ജോലി മാറിയ സമയത്ത് ഇറ്റ്സ് എ വെരി നോർമൽ തിങ്, ലൈക്ക് പീപ്പിൾ ചേഞ്ച് ജോബ്സ്. ബട്ട്
ഐഷു ആ സമയത്ത് എനിക്കും അവനും കൂടെ ഒരു ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ടഫ് സിറ്റുവേഷനിലൂടെ ജോലി മാറി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ 2 മാസത്തില് എല്ലാരും വന്ന് പറഞ്ഞു അടിപൊളിയാണ്, കൺഗ്രാറ്റ്സ്, ബ്യൂട്ടിഫുൾ തിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഐഷു മാത്രം ആ കൂട്ടത്തിൽ എനിക്ക് പോലും അറിയില്ല. ഐഷു ഒരു ദിവസം ഞാൻ ഇല്ലാത്തപ്പോൾ ഒരു ഇതൊക്കെ വാങ്ങിച്ചിട്ട് രണ്ടുപേരും എനിക്കും അവനും ഒരു ഷൂ വാങ്ങിച്ചിട്ട് അവൻ ഗിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ 2 മാസം എനിക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നില്ലേ, ഇത് ഒരു അടിപൊളി മൊമെന്റ് ആണെന്ന് പറഞ്ഞാൽ ഐഷു എനിക്ക് 2 ഷൂ ഗിഫ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് നൈസ് ആക്ച്വലി, ബിക്കോസ് ആക്ച്വലി അതൊരു സ്മൂത്ത് ജേർണി ആയിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ്, അപ്പം അതിന് വലിയൊരു സാധനം വാങ്ങിച്ചു തരിക അല്ലെങ്കിൽ വലിയൊരു ഗിഫ്റ്റ് തരിക അങ്ങനെയല്ല, ആ മൊമെന്റിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ ഐശ്വര്യ പറ്റാറുണ്ട്. അപ്പം അതൊരു നല്ല ക്വാളിറ്റിയാണ്. ഞാനൊന്നും അത് ചെയ്തിട്ടില്ല. മേ ബി എന്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു മൊമെന്റ് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഫൈനൽ അടിപൊളിയാന്ന് പറയും, പക്ഷെ അവനൊന്നും കൂടെ സ്പെഷ്യൽ ആക്കി ഫീൽ ചെയ്യിപ്പിക്കാൻ ഡൂയിങ് സംതിങ് ലൈക്ക് അത് നമ്മളൊരു വൺ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കര പൈസ അതിനുവേണ്ടി ചെലവാക്കാന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സാധനം ചെയ്താൽ മേ ബി അയാൾക്ക് അതൊരു കുറച്ചും കൂടെ ഒരു ഫീൽ ആയിരിക്കും, നൈസ് ഫീൽ. ഓക്കെ ഞാൻ ചെയ്തൊരു കാര്യം കുറച്ചും കൂടെ ഒരു ഇതായല്ലോ എന്ന് തോന്നുന്നു. അത് ഞാൻ സ്മോൾ തിങ്സിന്റെ വാല്യൂ ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കി. അത് ഹെൽപ്പ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ഐശ്വര്യ എന്നാണ് അത് പഠിച്ചത്. സോ ദാറ്റ്സ് നൈസ്. അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത്ര ഒരാളുടെ ലൈഫ് സ്പെഷ്യൽ ആക്കണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. അത് എനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ എനിക്ക് അവരുടെ സന്തോഷം അവരെക്കാളും എനിക്കിഷ്ടമാണ് കാണാൻ. സർപ്രൈസ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ഇന്നേ എന്നെ തന്നെയാണ് ഹാപ്പി ആക്കുന്നത്. എനിക്ക് ഹാപ്പി ആവുന്നതിലൂടെ വേറെ ആൾക്കാർ ഹാപ്പി ആവുന്നതിൽ അടിപൊളിയാണല്ലോ. സത്യമാണ്. സർപ്രൈസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തിലെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമ്മൾ വി ആർ ഗെറ്റിംഗ് ഹാപ്പി. അന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഷൂ കൊടുത്തു കഴിഞ്ഞപ്പോ അവരെക്കാളും എനിക്ക് സന്തോഷം കിട്ടിയാണ്. കാരണം അവർ ഷൂ ട്രൈ ചെയ്യുക, അവർക്ക് ഇടന്ന് ഇനി ഇടയ്ക്കിടയ്ക്ക് ജോലി മാറണം, അങ്ങനെയുള്ള അതൊക്കെ രസമുണ്ടായിരുന്നു. അത് വേണമെന്ന് ചിന്തിക്കാവുന്നതാണ്. ഓരോ മാസം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കാം ഇങ്ങനെ ഓരോ മാസം ഓരോ ഷൂ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത പ്ലേസ്, ഇപ്പം അത് എനിക്കൊന്ന് മീറ്റ് ചെയ്ത പ്ലേസ് വീട്ടില്, അതല്ലാതെ ആഫ്റ്റർ ദാറ്റ് മൂവിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അതല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ഒരുമിച്ച് പോയ ഒരു സ്ഥലം എവിടെയാണ്? ഫോക്കസ് മാൾ. ഇവിടെ കോഴിക്കോട് ഫോക്കസ് മാളില്. ഓക്കെ, അവിടെ പോയി കുറച്ച് ഷോ ഇറക്കാനുണ്ടായിരുന്നു എനിക്ക്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ മുഴുവൻ ഷോ ഇറക്കി തീർന്നില്ല, ബാക്കി കുറച്ച് ഷോ. പെണ്ണ് കാണാൻ വന്നിട്ട് നമ്മള് പെണ്ണ് കണ്ട് പോയി. അപ്പൊ 2 വീട്ടുകാരും അന്ന് കഴിച്ച ഫ്രൈഡ് റൈസിന്റെ പൈസ ഇനിയും തരാനുണ്ട്. അല്ല സത്യമാണ്. ഞങ്ങള് ഇങ്ങനെ പെണ്ണ് കണ്ട് അപ്പൊ അതിനുശേഷം നമ്മള് പിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ ഐഷു ലാസ്റ്റ് പറഞ്ഞു തിങ്സ് ആർ ഗെറ്റിംഗ് സീരിയസ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, നമുക്കൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എറണാകുളത്തായിരുന്നു. ഞാൻ സാറ്റർഡേ എന്തോ ഇവിടെ ഉണ്ടായിരുന്നു, ഫോക്കസ് മാളിൽ വന്നു. ഐഷു വരുന്നത് എന്താ പറയാ ഒരു വലിയൊരു കണ്ണടയൊക്കെ ഇട്ട് അല്ല ഇത് മുടക്കണം, അതാണ് എന്റെ ഉദ്ദേശം. അങ്ങനെയാണോ? എനിക്ക് വേണോ വേണ്ടെന്ന് കൺഫ്യൂഷൻ തോന്നുമ്പോ നമുക്ക് വേണമെന്നുള്ള തീരുമാനം എടുക്കുന്നതിനേക്കാൾ എളുപ്പം വേണ്ടെന്നുള്ള തീരുമാനം എടുക്കാനാണ്. കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്ത് അപ്പൊ ആ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ തമാശയൊക്കെ പറഞ്ഞ പറഞ്ഞു ഐ വാണ്ട് ഹിം. അല്ല, എന്നിട്ട് നമ്മൾ അവിടെ പോയി ബേസിക് സംസാരം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് കഴിക്കാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല. നല്ല വിശന്നിട്ട് കണ്ണാണ വയ്യട്ടോ അവസ്ഥ. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് ഫോമൽ ആയിക്കല്ലോ, കാരണം ഞാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് കമ്പനി ആയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞു. അവിടെ പോയി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. എനിക്കാണ് എം ഗ്രിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ റെസ്റ്റോറന്റിലായിരുന്നു. അപ്പൊ ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞു കുറച്ച് കമ്പനിക്ക് കഴിക്കും എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ പുള്ളിക്കാരി ഇടുന്ന അടിയോടി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഫുഡൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഈ അവസ്ഥയിൽ എന്താ പറയാ, മോശമല്ലേ, ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്ത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നു. ബില്ല് വന്നപ്പോ എന്നോട് പറഞ്ഞു എത്രയാണ് ഷെയർ. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാ, അല്ല ഞാൻ നമ്മള് ഷെയർ ചെയ്യാം, നമ്മള് ഇപ്പൊ അത്ര പരിചയമൊന്നുമില്ലല്ലോ, നമുക്ക് ഷെയർ ചെയ്യണം. നെതർലൻഡ്സിന്റെ സ്പെല്ലിംഗ് അറിയില്ല. അപ്പം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ഇല്ല എന്തായാലും അയക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, എന്നാ പിന്നെ സ്വയമായിട്ട് കൊടുത്താ പോരായിരുന്നു. എന്തിനു ഷെയറിന്റെ അത്ര പൈസ ഒന്നും കയ്യിലുണ്ടോ എന്നുള്ളത് അറിയാൻ പാടില്ല. ഒരു ഫ്രൈഡ് റൈസിന്റെ മൊത്തത്തിലെടുക്കാൻ അതല്ല, ഫസ്റ്റ് അൺഒഫീഷ്യൽ മീറ്റ് അല്ലേ, അപ്പൊ പിന്നെ അധികം പരിചയം ഇല്ലല്ലോ. എന്തായാലും ഷെയർ വേണോ. അതിനുശേഷം ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അപ്പൊ മൊത്തത്തിൽ ആ പരിപാടിയിലെ കമ്പനിക്ക് എനിക്ക് നാശനഷ്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് മേടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും സോ ഹാപ്പി, അടിപൊളി. അപ്പൊ ഇവര് ഇനി തിരിച്ച് എന്നാ പോകുന്ന ഡേറ്റ്? ഞങ്ങള് 28 end of April
ഏപ്രിൽ 28 ദേ ഗോയിങ് ബാക്ക്. ഇനി അവിടെ ചെന്നിട്ടാണ് അടുത്ത പരിപാടികൾ. ഇവിടെ എല്ലാരെയും കണ്ട് ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ കയറി അതൊരു എങ്ങനെ കുറെ ഇല്ല, നമ്മളങ്ങനെ കുറെ പേരെടുത്ത് പോകാറില്ല. നമ്മള് ഒന്നാമത് നമ്പർ 1 ഇപ്രാവശ്യം ഐഷു പ്രഗ്നന്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ നമ്മള് ഭയങ്കര ഔട്ട്ഡോർ കാര്യങ്ങള് കുറച്ച് കുറവാണ്. ഞാൻ പുറത്തൊക്കെ തന്നെ അല്ലെ എനിക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഐഷുവിന്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ബാലൻസ് കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോ വന്നാലും നമ്മളങ്ങനെ കുറെ വീടുകളിൽ അങ്ങനെ പോകാറൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ വീട്ടിൽ പോകാറുണ്ട്. ഞാൻ കുറച്ചും കൂടെ പോകാറുണ്ട്. ആണല്ലേ? ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ശരി, ഹാപ്പി വിഷു. അപ്പൊ എല്ലാ ജിഞ്ചർ മീഡിയ ആൾക്കാർക്കും ഒരു ഹാപ്പി വിഷു കൊടുത്തു. പ്രേക്ഷകർക്കോ ഓഡിയൻസിനോ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.